يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ മഹത്തരമായ റമദാൻ മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഈ മാസത്തിലെ നോമ്പ് നമുക്ക് മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് മുൻപുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിനു വേണ്ടി. സഹോദരങ്ങളെ, നോമ്പ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഉപകരിക്കുന്നത്, പരലോകത്ത് നമുക്കത് പ്രയോജനപ്പെടുന്നത്, ആ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിച്ചത് പ്രകാരം നിർവഹിക്കാൻ സാധിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ, മൻ ലം യദ്ഉ ഔ മൻ ലം യദഅ ഖൗല الزور والعمل به فليس لله حاجة أن يدع طعامه وشرابه. ഒരു മനുഷ്യൻ മോശമായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ അവൻ തന്റെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. നോമ്പിന്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരായി നാം നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നതാണ്. അതിൽ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മസ്ജിദുകളിൽ വന്നിരിക്കുക എന്നാണ്. മുൻഗാമികളിൽ ചിലർ അവർ റമദാൻ മാസമെത്തിയാൽ മസ്ജിദുകളിൽ സമയം ചിലവഴിക്കുന്നത് അധികരിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയുമായിരുന്നു, നമ്മുടെ നോമ്പ് ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് മസ്ജിദുകളിൽ ഇരിക്കുക എന്ന്. കാരണം അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഖുർആൻ പാരായണവും ദിക്റും ഇബാദത്തുകളും നിസ്കാരവും മറ്റുമെല്ലാമാണ് ഉണ്ടാകുക. മസ്ജിദുകളിൽ നിന്ന് പുറത്തു കടന്നാലാകട്ടെ ഹറാമുകളിലേക്ക് നയിക്കുന്ന, ദുനിയാവിലേക്ക് പിടിച്ചു വലിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ച് കളയുന്ന ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ റമദാനിലെ മഹത്തരമായ ഇബാദത്തുകളിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട കാര്യമാണ് ഇഅ്തികാഫ് എന്നത്. മസ്ജിദിൽ ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാൻ മാസത്തിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്ന ഇബാദത്താണ്. റമദാനിലല്ലാത്ത സമയങ്ങളിലും അത് നിർവഹിക്കാമെങ്കിലും സൂറത്തു അൽ ബഖറയിൽ നോമ്പിന്റെ ആയത്തുകൾ അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലാ തഖറബൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കരുത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അതിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റമദാൻ മാസത്തിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമായ അവസാനത്തെ പത്തിൽ മസ്ജിദിലാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ വർഷത്തിൽ 20 ദിവസത്തോളം അവിടുന്ന് ഇഅ്തികാഫിൽ ഇരുന്നിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ സഹോദര, റമദാൻ എത്തിക്കഴിഞ്ഞാൽ മസ്ജിദുകളിൽ സമയം കണ്ടെത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടികളാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും നമ്മിൽ പലരുടെയും സമയം
അതിന്റെ പ്രധാന ഭാഗം ചിലവഴിക്കപ്പെടുന്നത് അങ്ങാടികളിലാണ്. മസ്ജിദുകളിലേക്ക് റമദാനിൽ പോലും വന്നെത്തിയാൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനടി എഴുന്നേറ്റു പോകാനുള്ള ധൃതിയിലാണ് പലരുമുള്ളത്. സഹോദരങ്ങളെ, റമദാൻ മസ്ജിദുകളുമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സമയങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസാജിദുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ വഅന്നൽ മസാജിദ ലില്ലാഹ്. മസ്ജിദുകൾ അത് അല്ലാഹുവിനുള്ളതാണ്. മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ഭൂമിയിലെ സർവ്വ സ്ഥലങ്ങളും അല്ലാഹുവിന്റേതാണ്. എന്തുകൊണ്ടാണ് മസ്ജിദുകൾ അല്ലാഹു പ്രത്യേകമായി അവനിലേക്ക് ചേർത്തി പറഞ്ഞത്? അല്ലാഹുവിനോട് അതിനുള്ള ഇഷ്ടം, മസ്ജിദുകളോടുള്ള ഇഷ്ടവും മസ്ജിദുകൾക്കുള്ള പ്രാധാന്യവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മസ്ജിദുകൾ അല്ലാഹുവിന്റേതാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. മസ്ജിദ് നിർമ്മിക്കുന്നവർക്കുള്ള ശ്രദ്ധ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ صغيرا أو كبيرا بنى الله له بيتا في الجنة. ആരെങ്കിലും അല്ലാഹുവിനു വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുന്നതിനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി കാണാം. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. അതിനാൽ മസ്ജിദിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ അരികിൽ പ്രത്യേക പരിഗണനയുണ്ട് എന്ന് സഹാബിമാർ മനസ്സിലാക്കിയിരുന്നു. അംർ ഇബ്നു മൈമൂൻ അദ്ദേഹം പറയുന്നു, അദ്റക്തു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും യഖൂലൂൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മസാജിദു ബുയൂതുല്ലാഹ്. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. وإنه حق على الله أن يكرم من زاره. അല്ലാഹുവിനെ അവന്റെ ഭവനത്തിൽ സന്ദർശിക്കുന്നവർ അവരെ അല്ലാഹു ആദരിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് സഹാബിമാർ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലങ്ങളായി കാണാതിരുന്ന ഒരു സുഹൃത്തിനെ തിരിച്ചു ലഭിച്ചാൽ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് എപ്രകാരമാണ്, അതുപോലെ അല്ലാഹു അവന്റെ അടിമ മസ്ജിദിലേക്ക് വന്നെത്തിയാൽ സന്തോഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. സഹോദര, മസ്ജിദിനുള്ള സ്ഥാനം നിനക്ക് മനസ്സിലാക്കണമോ? മസ്ജിദിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി നീ വീട്ടിൽ നിന്നിറങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്ന പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ തطهر في بيته. ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുകയും വുളൂ ചെയ്യുകയും അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് നടന്നു വരികയും ചെയ്താൽ ആ നടത്തം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അവന്റെ മേൽ നിർബന്ധമാക്കിയ നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കുക എന്നതാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വുളൂ എടുക്കുക, നടന്നു വരിക. ആ നടത്തത്തിന്റെ ഉദ്ദേശം അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കുക എന്നതായിരിക്കുക എങ്കിൽ അവനുള്ള പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാനത് ഖുതുവാതു. അവന്റെ ഓരോ കാൽവെപ്പുകളും ഇഹ്ദാഹുമാ തഹുത്തു ഖദീഅ. അതിലൊരു കാൽവെപ്പ് അവന്റെ ഒരു തിന്മ ഇല്ലാതെയാക്കുന്നതാണെങ്കിൽ വൽ ഉഖ്റാ തർഫഉ ദറജ. രണ്ടാമത്തെ കാൽവെപ്പ് അവന്റെ പദവി അല്ലാഹുവിന്റെ അരികിൽ ഉയർത്തുന്നതാണ്. ഓരോ കാൽവെപ്പുകൾക്കുമുള്ള സ്ഥാനമാണ്, ഓരോ കാൽവെപ്പുകൾക്കുമുള്ള പ്രതിഫലമാണ്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചിലർ മസ്ജിദിലേക്ക് നടക്കുന്നതിന്റെ മര്യാദകൾ എണ്ണിയപ്പോൾ അവർ പറഞ്ഞു, മസ്ജിദുകളിലേക്ക് നടക്കുമ്പോൾ കാലുകൾ വളരെ നീട്ടിവെക്കാതെ അടുപ്പിച്ചടുപ്പിച്ചു വെക്കുക എന്നത് അതിന്റെ മര്യാദയിൽ പെട്ടതാണ്. അവന്റെ കാൽവെപ്പുകളുടെ എണ്ണം അധികരിപ്പിക്കുന്നതിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു വരുന്ന ഓരോ കാൽവെപ്പിനും ഒരു കാൽ വെക്കുമ്പോൾ അവന്റെ ഒരു തിന്മ കൊഴിഞ്ഞു മാറ്റപ്പെടുന്നു, ഒരു കാൽ വെക്കുമ്പോൾ അവന്റെ ഒരു പദവി അല്ലാഹുവിന്റെ അരികിൽ ഉയർത്തപ്പെടുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളുടെ ശ്രേഷ്ഠതയായി വീണ്ടും പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ്, നോക്കൂ നിങ്ങൾ, മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനുമാർ അവർക്കുള്ള പ്രതിഫലമായി ധാരാളക്കണക്കിന് ഹദീസുകൾ കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്.
وعمل صالحا وقال إنني من المسلمين. ആരാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല ഒരു വാക്ക് പറഞ്ഞത്? വഅമില സാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്ത ഒരുവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട്? ഈ ആയത്തിന്റെ തഫ്സീറിൽ സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞതായി കാണാം, നസലത് ഫിൽ മുഅദ്ദിനീൻ, മസ്ജിദുകളിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനുമാർ, അവരുടെ കാര്യത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് സ്വഹാബിമാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു മുഅദ്ദിൻ ചെയ്യുന്ന പണി എന്താണ്? ഓരോ ദിവസവും അവൻ ആവർത്തിച്ച് അല്ലാഹുവിലേക്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്നിങ്ങനെ ഷഹാദത്ത് കലിമ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഉച്ചരിക്കുകയും അങ്ങനെ ജനങ്ങളെ അല്ലാഹുവിനുള്ള ഏറ്റവും മഹത്തരമായ ഇബാദത്തായ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്ന മഹത്തരമായ ദൗത്യമാണ് ഒരു മുഅദ്ദിൻ നിറവേറ്റുന്നത്. അവനുള്ള പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം വന്നിട്ടുള്ളതുപോലെ ഖുർആനിൽ ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദര, മസ്ജിദിലെ ഒരു കാര്യം അത് പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിഫലമാണ്. എന്നാൽ മുഅദ്ദിനുള്ള പ്രതിഫലം ഇതാണെങ്കിൽ ഇമാമിനുള്ള പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അർഷിദിൽ അഇമ്മ വഗ്ഫിർ ലിൽ മുഅദ്ദിനീൻ. അല്ലാഹുവേ, അർഷിദിൽ അഇമ്മ, ഇമാമുമാർ, മസ്ജിദിൽ ഇമാമുലിരിക്കുന്നവർ, അതിനുവേണ്ടി ഇരിക്കുന്നവർ, ആ ഇമാമുമാർക്ക് അല്ലാഹുവേ നീ നേരായ വഴി കാണിക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ലഭിച്ചവരാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ ദൗത്യത്തിന്റെ തുടർച്ചയാണ് മസ്ജിദുകളിലെ ഇമാമുമാർ നിർവഹിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ മുഅദ്ദിനാകുക എന്ന്, ഇമാമാകുക എന്ന് ആളുകളിൽ പലരും എത്ര നിസ്സാരമായി, എന്തോ ഒരു വില കുറഞ്ഞ കാര്യമായി കാണുന്ന കാര്യമാണ് എന്നത് മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങളുടെ കാരണം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിലൊക്കെ. മുഅദ്ദിനോട്, ഇമാമിനോട് ആളുകളിൽ ചിലർ പെരുമാറുന്ന രീതി പോലും വളരെ മോശമാണ് എന്ന് പറയാതെ വയ്യ. സഹോദര, അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ കൽപ്പിച്ച കാര്യമാണ് അദാൻ കൊടുക്കുക എന്ന്, ഇമാമത്ത് നൽകുക എന്ന്. അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഈ കാര്യം അതിനെ ആദരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ അടുക്കൽ നിന്ന് നിർബന്ധമായി ഉണ്ടാകേണ്ട കാര്യമാണ്. മസ്ജിദുകൾ അത് പരിചരിക്കുന്നവരുടെ കാര്യമെന്താണ്? മസ്ജിദിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അല്ലാഹുവിന്റെ മസ്ജിദുകൾ അത് പരിപാലിക്കേണ്ടത് ഇനി പറയുന്ന സ്വഭാവമുള്ളവർ മാത്രമാണ്. ആരൊക്കെയാണ് അവർ? മൻ ആമന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ യഥാരൂപത്തിൽ വിശ്വസിച്ചവരായിരിക്കണം, തൗഹീദ് ഉള്ളവരായിരിക്കണം, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നവരായിരിക്കണം, ദീനിന്റെ ഒന്നാമത്തെ അടിത്തറയായ തൗഹീദ് അത് മനസ്സിലാക്കിയിരിക്കുന്നവരായിരിക്കണം, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. എന്റെ ഓരോ പ്രവർത്തനത്തിലും, മസ്ജിദിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പരലോകത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട ചിലവുകളിൽ ഞാൻ നാളെ അല്ലാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലാഹുവിന്റെ ഭവനം അതിന് കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ അതിലേക്ക് അടുപ്പിക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ അതിൽ നിന്ന് അകറ്റുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം അല്ലാഹുവിന്റെ മുൻപിൽ ഞാൻ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധ്യവും ചിന്തയും ഉള്ളവരാണ് മസ്ജിദിന്റെ കാര്യങ്ങൾ നിറവേറ്റേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിക്കുക. മസ്ജിദുകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുക. മസ്ജിദിലേക്ക് വരുന്നവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന സഹാബിമാരിൽപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി കാരണത്താൽ ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ ജമാഅത്ത് ഉപേക്ഷിച്ചു പോയപ്പോൾ മുആദ് ഇബ്നു ജബലിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ മുഖത്തു നോക്കി, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക യാ മുആദ്, മുആദ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തു നോക്കി പറഞ്ഞത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി കാരണത്താൽ ഒരിക്കൽ മസ്ജിദിൽ നിന്ന് ഒരാൾ നിസ്കാരത്തിനിടയിൽ ഇറങ്ങിപ്പോയി. നിസ്കാരം ഉപേക്ഷിച്ച അയാൾ മസ്ജിദ് പുറത്തേക്ക് വീട്ടിൽ പോയി നിസ്കരിക്കാൻ
ആ വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചത് അഫത്താനു അൻത യാ മുആദ്, അല്ല മുആദ് നീ ഒരു ഫിത്നക്കാരനാണോ, നീ ഒരു കുഴപ്പമുണ്ടാക്കുന്നവനാണോ എന്നോട് ചോദിച്ചത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ നോക്കുന്നവർ, പരിചരിക്കുന്നവർ അവർ ഈ വാക്ക് എപ്പോഴും ഓർക്കട്ടെ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് മസ്ജിദിലേക്ക് ആളുകൾ അടുക്കുക എന്നതല്ല, മസ്ജിദിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരുന്ന കാര്യമാണ്. മസ്ജിദ് കൊണ്ട് നടക്കുന്ന ചിലരെങ്കിലും ചിലപ്പോൾ ധരിക്കുന്നത് അതിന്റെ താക്കോൽ തന്റെ കയ്യിലുണ്ടെങ്കിൽ മസ്ജിദ് അവന്റെ വീടാണ് എന്ന്. അങ്ങനെയല്ല, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹു വിശ്വസിക്കുന്നവർക്ക് നിസ്കരിക്കാൻ, അവർക്ക് ഇബാദത്ത് നിർവഹിക്കാൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണിത് എന്ന ഓർമ്മ മസ്ജിദുകൾ നിയന്ത്രിക്കുന്നവർ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹു വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം. നിസ്കാരം നേരാവണ്ണം നിലനിർത്തണം. നിസ്കരിക്കുക എന്നതല്ല, നിസ്കാരം നേരാവണ്ണം നിലനിർത്തണം. മസ്ജിദിന്റെ ആളുകൾ അവരുടെ നിസ്കാരം ശ്രദ്ധിക്കണം. അവർ മസ്ജിദുമായുള്ള ബന്ധത്തിലും അവരുടെ നിസ്കാരം നിറവേറ്റുന്ന കാര്യത്തിലും അവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സക്കാത്ത് നൽകുന്നവരായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും അവർ ഭയപ്പെടാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യഖഫ് ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞത്, വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം ഖശ്യത്തുള്ളവരാണ് ആയിരിക്കണം മസ്ജിദുകൾ കൊണ്ടു നടക്കേണ്ടവർ. ഖശ്യത്ത് എന്നത് കേവല ഭയമല്ല, മറിച്ച് അല്ലാഹുവിനെ അറിഞ്ഞതിന് ശേഷം, അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ അറിഞ്ഞ് റബ്ബ് ആരാണ് എന്ന തിരിച്ചറിവോടുകൂടി ഉണ്ടാകുന്ന ഭയമാണ് ഖശ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ യഥാരൂപത്തിൽ ഭയക്കുന്നത് ഖശ്യത്തുള്ള ഉലമാക്കൾക്ക് മാത്രമാണ്. മസ്ജിദുകൾ നിയന്ത്രിക്കുന്നവരെ, മസ്ജിദിനോട് ബന്ധമുള്ളവരെ, അല്ലാഹുവിന്റെ ദീൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. വ്യക്തമായ അറിവോടുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായിരിക്കണം. മസ്ജിദിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്ജിദിന്റെ കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു പറയുന്നു, ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ അവർ നിലകൊള്ളുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹിദായത്ത് നൽകപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയേക്കാം. സഹോദര, മസ്ജിദിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്കാണ് വരുന്നത് എന്ന ഓർമ്മയുണ്ടാകണം. മര്യാദകൾ മസ്ജിദുകളിൽ പാലിക്കാൻ അനേകമുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മര്യാദകളിലൊന്ന് നല്ല വസ്ത്രത്തിൽ, നല്ല വൃത്തിയിൽ, നല്ല രൂപത്തിൽ അലങ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള വിധത്തിൽ മസ്ജിദിലേക്ക് വരിക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അല്ലയോ ആദമിന്റെ സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. മസ്ജിദിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയുക. നല്ല വേഷത്തിൽ, നല്ല രൂപത്തിലാണ് മസ്ജിദിലേക്ക് വരേണ്ടത്. കളിക്കുന്ന വേഷത്തിൽ, വേർപ്പുള്ള വേഷത്തിൽ, ഒരു വൃത്തിയുമില്ലാത്ത അങ്ങനെയല്ല മസ്ജിദിലേക്ക് വന്നെത്തേണ്ടത്. മസ്ജിദിലേക്ക് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല നൗമൻ ഔ വസലൻ ഫലിയഅ്തസിൽന ഔ യഅ്തസിൽ മസാജിദന. ആരെങ്കിലും വെളുത്തുള്ളി കഴിച്ചാൽ, ഉള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ മസ്ജിദുകളിൽ നിന്ന് മാറി നിൽക്കട്ടെ. അവൻ അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, മണം പോകുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലഘട്ടത്തിൽ സഹാബിമാരിൽ പലർക്കും അവരുടെ ഭക്ഷണമായി ആകെ ഉണ്ടായിരുന്നത് ഉള്ളിയാണ്. പലർക്കും ചിലപ്പോൾ ദാരിദ്ര്യം കാരണത്തിൽ കഴിക്കാനുണ്ടായിരുന്ന ഭക്ഷണം ഉള്ളിയാണ്. അതുകൊണ്ട് അവരിൽ ചിലർ അതാണ് കഴിക്കുക. അങ്ങനെ ഉള്ളി കഴിച്ചാൽ വായിൽ മണമുണ്ടാകുന്ന അറിയപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ വായിൽ മണമുള്ള അവസ്ഥയിൽ മസ്ജിദിലേക്ക് വരരുത്. ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള ഒഴിവുകളിലൊന്നാണ് ഒരാൾ ഉള്ളി കഴിച്ച് വായിൽ മണമുണ്ടെങ്കിൽ ആ മണത്തോടുകൂടി പള്ളിയിലേക്ക് വരരുത് എന്ന്. എന്നാൽ സഹോദരൻ, ഒരിക്കലും ഈ പറഞ്ഞതിന്റെ അർത്ഥം ജമാഅത്ത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ളി കഴിക്കണമെന്നല്ല. അങ്ങനെ ഒരാൾ കഴിച്ചാൽ ഹൃദയങ്ങളിലെ ഉദ്ദേശം അറിയുന്ന റബ്ബിന് മുൻപിലാണ് അവൻ ചെന്ന് നിൽക്കാനുള്ളത് എന്ന കാര്യം അവൻ ഓർമ്മിക്കട്ടെ. സഹോദര, വായിൽ മോശം മണവുമായി പള്ളിയിലേക്ക് വരരുത്. നല്ല വൃത്തിയിലായിരിക്കണം വരേണ്ടത്.
അതുകൊണ്ടാണ് ജുമഅയുടെ അദബുകൾ പറയുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ജുമഅക്ക് വരുന്നതിന് മുമ്പ് കുളിക്കണം. അതിന് ഏറ്റവും നല്ല സമയം ജുമഅക്ക് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കുളിക്കണം. കാരണം ജുമഅക്ക് വന്നെത്തുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള അവസ്ഥയിലായിരിക്കാൻ ജുമഅക്ക് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കുളിക്കുക എന്നതാണ് ഏറ്റവും നല്ല രൂപം. കാരണം പള്ളിയിലേക്ക് വൃത്തിയിലെത്തുന്നതിന് വേണ്ടി, ഉണർവോടുകൂടി എത്തുന്നതിന് വേണ്ടി. മസ്ജിദിലേക്ക് വരുമ്പോൾ മോശമായ മനം അവന്റെ വായിൽ ഉണ്ടാകാൻ പാടില്ല, ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ് ഈ സിഗരറ്റുകൾ. അതല്ലെങ്കിൽ സുബഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വായ വൃത്തിയാക്കാതെ പല്ലിലേക്കാതെ പള്ളിയിലേക്ക് വന്നെത്തുക എന്ന്, ഇതൊക്കെ സഹോദരങ്ങളെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഒരാൾ നിസ്കാരത്തിന് മുമ്പ് വുളൂഇന് മുമ്പ് പല്ല് തേക്കുക. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വിരൽ കൊണ്ടെങ്കിലും ഒന്ന് പല്ല് വൃത്തിയാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ വന്നു നിൽക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ പള്ളിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരാൾ നിസ്കാരത്തിന്റെ അയാൾക്ക് ഏമ്പക്കമോ മറ്റോ വന്നു കഴിഞ്ഞാൽ വായ പൊത്തിപ്പിടിക്കുക. അതുപോലെ തുമ്മേണ്ടി വന്നു കഴിഞ്ഞാൽ വായ പൊത്തിപ്പിടിക്കുക. കൂട്ടുവായി വേണ്ടി വന്നാൽ വായ അടച്ചു പിടിക്കുക, അമർത്തി പിടിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിന്റെ നൃത്തം കാരണത്താൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്കാരം പ്രയാസത്തിലാക്കരുത്. ചിലപ്പോൾ ആളുകൾ തറാവീഹിലും മറ്റുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. മസ്ജിദിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് നടക്കുമ്പോൾ മര്യാദയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ ഇഖാമ ഫംശൂ ഇലസ്സലാത്തി വഅലൈക്കുമുസ് സകീനതു വൽ വഖാർ ولا تسرعوا فما أدركتم فصلوا وما فاتكم فأتموا. നിങ്ങൾ മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ ഫംശൂ ഇലസ്സലാത്തി വഅലൈക്കുമുസ് സകീനതു വൽ വഖാർ, നിങ്ങൾ നിസ്കാരത്തിൽ നടക്കേണ്ടത്, മസ്ജിദിലേക്ക് വരേണ്ടത് സകീനത്തോടുകൂടിയാണ്, സമാധാനത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി, വേഗതയില്ലാതെ പതുക്കെ, കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലിപ്പിക്കാതെ, ശരീരത്തിന്റെ ചലനങ്ങൾ കുറച്ചുകൊണ്ട് മര്യാദയിൽ അദബിലാണ് നടക്കേണ്ടത്. ഇതാണ് സകീനത്തു വൽ വഖാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കരുത്, താഴേക്ക് നോക്കി നടക്കുക. അതുപോലെ തന്നെ ചലനങ്ങൾ അധികരിപ്പിക്കരുത്. സകീനത്തിൽ വഖാറിൽ മര്യാദയിൽ നടക്കുക, വേഗതയിൽ ഓടി വരികയല്ല പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സഹോദര, പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാലാണ് ആദ്യം വെക്കേണ്ടത്. വലതുകാല് വെച്ച് പ്രവേശിക്കുമ്പോൾ അവൻ ചൊല്ലണം, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അങ്ങനെ അവൻ പ്രാർത്ഥിക്കണം. മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാലാണ് ആദ്യം വെക്കേണ്ടത്. അവൻ പറയണം, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം മസ്ജിദിലേക്ക് കയറുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതുമെല്ലാം. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിൽ പെട്ടതാണ്. മസ്ജിദ് സഹോദര അല്ലാഹുവിനുള്ളതാണ്, ഇബാദത്തുകൾക്കുള്ളതാണ്. ഇത് ദുനിയാവിന്റെ കേന്ദ്രമാകരുത്, ദുനിയാവിന്റെ വിഷയങ്ങൾ സംസാരിക്കാനുള്ളതാകരുത്. ഖേദകരമായ കാര്യം, ഇന്ന് പലപ്പോഴും മസ്ജിദുകളിൽ നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ കുറച്ചങ്ങ് മാറിയിരുന്നു. ഇലക്ഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച്, രാഷ്ട്രീയമാണെങ്കിൽ അതിനെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം മസ്ജിദിന്റെ ഓരങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. മസ്ജിദ് ഇതിനു വേണ്ടിയുള്ളതല്ല, മസ്ജിദ് അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. റബ്ബിനുള്ള ദിക്റിന് വേണ്ടിയാണ് ഈ സ്ഥലം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫി ആഖിരി സമാനി ഖൗമുൻ യജ്ലിസൂന ഫിൽ മസാജിദി ഹിലഖ. മസ്ജിദുകളിൽ കൂട്ടം കൂടിയിരിക്കുന്ന കുറച്ചാളുകൾ അന്ത്യനാളിൽ വന്നെത്തുന്നതാണ്. ഇമാമുഹും ദുനിയ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുനിയാവായിരിക്കും. ഫലാ തുജാലിസൂഹും, നിങ്ങൾ ഒരിക്കലും അവരോടൊപ്പം ഇരിക്കരുത്. ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അല്ലാഹുവിന് അവരുടെ കാര്യത്തിൽ യാതൊരു ആവശ്യവുമില്ല. പള്ളിയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ ഉള്ളിൽ വന്ന് തന്റെ കളഞ്ഞുപോയ, നഷ്ടപ്പെട്ടുപോയ ഒട്ടകത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനോട് അവനത് കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് കാണാം. അവനെ കാണാതെ പോയ ഒട്ടകത്തെ അന്വേഷിക്കാൻ പള്ളിയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. മസ്ജിദിന്റെ ഉള്ളതിന്റെ ഭൗതികമായ സാധനങ്ങൾ കളഞ്ഞുപോയാൽ അത് അന്വേഷിക്കാനുള്ള സ്ഥലം പോലുമല്ല. ഭൗതികമായി തന്റെ ഒരു വസ്തു കളഞ്ഞുപോയാൽ അതുപോലും പള്ളിയിൽ വിളിച്ചന്വേഷിക്കരുത് എന്ന് പുറത്തു പോയിട്ട് ആരോടെങ്കിലും ചോദിക്കാം. പള്ളിയുടെ ഉള്ളിൽ അത് ചോദിക്കരുത്. അത്ര വരെ മസ്ജിദിന് പ്രാധാന്യമുണ്ട് നോക്കുന്നില്ല. അതുപോലെ പള്ളിയുടെ ഉള്ളിൽ കച്ചവടം സംസാരിക്കരുത്. ഇഅ്തികാഫിന് ചില ആളുകൾ വന്നിരിക്കും, പിന്നെ ഫോണിൽ മുഴുവൻ ഇത് തന്നെ അവരുടെ കച്ചവടത്തിന്റെ കാര്യമാണ്.
ഇങ്ങനെ മസ്ജിദിൽ ഇരിക്കാനാണ് എങ്കിൽ സഹോദര, ഏത് അർത്ഥത്തിലാണ് നമുക്ക് ഉപകരിക്കുക എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകൾ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുക. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടിയുള്ള മസ്ജിദുകൾ അത് നിലനിൽക്കേണ്ട ഒന്നാമത്തെ തൂണ്, ഒന്നാമത്തെ അടിത്തറ തൗഹീദാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടുക എന്നതാണ്. അതാണ് തൗഹീദിന്റെ ലക്ഷ്യം, അതാണ് മസ്ജിദുകളുടെ ലക്ഷ്യം. തൗഹീദാണ് മസ്ജിദുകൾ പടുത്തുയർത്തപ്പെടുന്നതിനുള്ള കാരണം. കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദീനിന്റെ അടിത്തറ അത് പ്രാവർത്തികമാക്കപ്പെടേണ്ടത്, പുലർന്നു കാണേണ്ട സ്ഥലമാണ് മസ്ജിദുകൾ. ഈ രണ്ട് കാര്യങ്ങളും സഹോദര മസ്ജിദിൽ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ കൂടുതൽ പുലർന്നു കാണേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാഅ്. ഒന്ന്, ഈ മസ്ജിദിനുള്ളിൽ തൗഹീദ് അല്ലാതെ ഉണ്ടാകരുത്. അല്ലാഹുവിനോടുള്ള ദുആ അല്ലാതെ, അല്ലാഹുവിനോടുള്ള സഹായതകളല്ലാതെ, അല്ലാഹുവിനോട് വരമേൽപ്പിക്കലല്ലാതെ, അല്ലാഹുവിനോട് പ്രതീക്ഷയല്ലാതെ, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക എന്നതല്ലാതെ, സൃഷ്ടികളിൽ ഒരാളോട് ചോദിക്കുക എന്നത്, സൃഷ്ടികളിലേക്ക് കൈകൾ ഉയരുക എന്നത് ഈ സ്ഥലത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. അവിടെ നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളോട് ദുആ ചെയ്യരുത്, മറ്റൊരാളോട് പ്രാർത്ഥിക്കരുത്. മസ്ജിദിന് ഏറ്റവും പുലർന്നു കാണേണ്ട കാര്യം ഇതാണ്. മാത്രമല്ല, ഈ ആയത്തിൽ മസ്ജിദും ദുആഉം അല്ലാഹു ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ, ദുആകൾ സ്വീകരിക്കപ്പെടാൻ, ദുആകൾ നിർവഹിക്കപ്പെടാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലമാണ് മസ്ജിദുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. ഒരു ദിവസം രാത്രി എന്റെ വിരിപ്പിൽ അവിടുത്തെ കാണാതെയായപ്പോൾ ഞാൻ അവിടുത്തെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിസ്കാരത്തിൽ സുജൂദിലായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ കാലുകളിൽ എന്റെ കൈകൾ തട്ടി. അപ്പോൾ മസ്ജിദ് ദുആഇനുള്ള സ്ഥലമാണ്. എനിക്ക് സഹോദര, ഈമാൻ കുറഞ്ഞതായി അനുഭവപ്പെടുന്നുണ്ടോ? അല്ലാഹുവിനോടുള്ള ബന്ധം അകന്നുപോയതായി നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ? മസ്ജിദിലേക്ക് വരിക, ഒരു മൂലയിൽ മാറിയിരിക്കുക, ഖുർആൻ എടുക്കുക, അല്ലാഹുവിന്റെ കലാം അതിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട് ഓതിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു നിനക്ക് നിന്റെ ഹൃദയം തുറന്നു നൽകുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മസ്ജിദുകൾ ഹൃദയങ്ങൾ തുറക്കാനുള്ള സ്ഥലമാണ്, തൗഹീദിലേക്ക് നയിക്കപ്പെടാനുള്ള സ്ഥലമാണ്. ആളുകളിൽ പലരും ചോദിക്കാറുണ്ട്, പണ്ട് കാലത്തുള്ളതുപോലെ ഇപ്പോൾ ഒരു ഉണർവില്ല, ഇബാദത്തുകൾക്ക് താല്പര്യമില്ല, മടിയും, എന്ത് ചെയ്യാം? മസ്ജിദുകൾ അതിനുള്ള പരിഹാരമാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വന്നിരിക്കുക, ഖുർആൻ ഓതുക, അവസാനമില്ലാതെ ഓതുക. നിന്റെ ഹൃദയം അല്ലാഹു തുറന്നു നൽകുന്നത് വരെ, നിനക്ക് അല്ലാഹു ഹൃദയത്തിന് അതിന്റെ ഈമാനിന്റെ നനവ് തിരിച്ചു നൽകുന്നത് വരെ ദുആ ചെയ്യുക, ഖുർആനിൽ മുഴുകുക, ദിക്റുകളിൽ മുഴുകുക. മസ്ജിദുകൾ അതിനുള്ള സ്ഥലമാണ്. സഹോദര, മസ്ജിദുകൾ ഇബാദത്തിന് വേണ്ടിയുള്ള, അല്ലാഹുവിന്റെ തൗഹീദിന് വേണ്ടിയുള്ള കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് നോക്കൂ, മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച ദുഃഖകരമായ കാര്യങ്ങളിൽ ഒന്നാണ് ജനങ്ങൾ മസ്ജിദുകളിൽ നിന്ന് അകലുകയും ഖബറുകളുടെ ചുറ്റും അടിഞ്ഞുകൂടുകയും ചെയ്തിരിക്കുന്നത്. മസ്ജിദുകളിൽ ആളുകൾ ഒഴിവാക്കുകയും എന്തിനധികം ഇഅ്തികാഫിന് പ്രതിഫലം നൽകപ്പെട്ട അവസാനത്തെ 10 വരെ പല സ്ഥലങ്ങളിലും ആളുകൾ ഖബറുകൾക്ക് ചുറ്റുമാണ്. മസ്ജിദിൽ ആളുകൾ ഖബറിന് ചുറ്റുമാണ് ആളുകളുള്ളത്. ഈ ഒരു അവസ്ഥ ഖേദകരമായ സ്ഥിതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്. അവിടുത്തെ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ
اتخذوا قبور أنبيائهم مساجدا. യഹൂദ നസാറാക്കൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. എന്താ ഖബറിനെ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ? മസ്ജിദിൽ നിർവഹിക്കേണ്ട കാര്യം ഖബറുകളിൽ നിർവഹിച്ചാൽ അതാണ് ഖബറിനെ മസ്ജിദാക്കുക എന്ന് പറയുന്നത്. മസ്ജിദിൽ വന്നാൽ ചെയ്യുന്ന കാര്യമന്റെ നിസ്കാരമാണ്. ഇന്നിതാ ഖബറിന്റെ അടുത്ത് നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടുന്ന് പറഞ്ഞു, ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത്. മസ്ജിദിൽ ചെയ്യേണ്ട കാര്യം ഖബറിന്റെ അടുത്ത് ചെയ്താൽ അത് ഖബറിനെ മസ്ജിദാക്കലാണ്. മസ്ജിദിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം ഖുർആൻ പാരായണമാണ്. ഇന്ന് ഖബറുകൾക്കരികിൽ ഖുർആൻ പാരായണം നിങ്ങൾക്ക് കാണാം. മസ്ജിദുകളിൽ ചെയ്യുന്ന നിസ്കാരമാണ്. എന്തിനധികം തഹിയ്യത്ത് നിസ്കാരം വരെ ചില ഖബറുകളോട് കേന്ദ്രീകരിച്ച് കാണാം. ആ ഖബറിന്റെ അടുത്തേക്ക് പ്രവേശിച്ച് രണ്ടൊക്കെ നിസ്കരിച്ചിട്ട് ആളുകൾ ഇരിക്കുകയുള്ളൂ. ഇത് ഖബറിനെ മസ്ജിദാക്കലല്ലെങ്കിൽ ഇനി മറ്റെന്താണ് ഖബറിനെ മസ്ജിദാക്കുക എന്നുള്ളത്? ദുനിയാവിൽ ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൽ ഹറം, കഅബ. കഅബയുടെ അടുക്കൽ മാത്രമുള്ള ഇബാദത്താണ് തവാഫ് എന്നത്. ആ ഇബാദത്ത് മറ്റൊരു സ്ഥലത്തുമില്ല. ആ തവാഫ് പോലും ഇന്ന് ആളുകൾ ഖബറുകൾക്ക് ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു സ്ഥലത്ത് മസ്ജിദുൽ നബവിയിലില്ല, മസ്ജിദുൽ അഖ്സായിലില്ല, മസ്ജിദുൽ ഖുബായിലില്ല. ഒരു മസ്ജിദിലും തവാഫ് എന്നതില്ല. പക്ഷേ ആകെയുള്ളത് മസ്ജിദുൽ ഹറമിൽ മാത്രമാണ്. അതുവരെ ഇന്ന് ആളുകൾ ഖബറിന്റെ ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദര, മസ്ജിദുകളിൽ നിന്ന് ജനങ്ങൾ അകലുകയും ഖബറുകളിലേക്ക് ജനങ്ങൾ അടുക്കുകയും ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നതിന്റെ അടയാളമാണ്. അന്ത്യനാൾ അടുക്കുന്നതിന്റെ സൂചനകളിൽ പെട്ടതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും മോശം ആളുകൾ രണ്ടാളുകളാണ്, രണ്ടു വിഭാഗം ആളുകളാണ്. ഒരു വിഭാഗം الذين اتخذوا القبور مساجدا, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ من تدركهم الساعة وهم أحياء, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഈ ഹദീസ് യഥാർത്ഥത്തിൽ അന്ത്യനാളിന്റെ അടയാളം മനോഹരമായി വിവരിക്കുന്നുണ്ട്. അന്ത്യനാൾ അവസാനിക്കുന്ന സമയത്ത് ഭൂമിയിൽ അല്ലാഹ് എന്നുപോലും പറയാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഖബറുകളെ മസ്ജിദാക്കുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഈ രണ്ട് വിഭാഗത്തിൽ പറഞ്ഞത്. ജനങ്ങൾ അല്ലാഹുവിൽ നിന്ന് പരിപൂർണമായി അകലാനുള്ള കാരണം ആരംഭിക്കുന്നത് ഖബറുകൾ മസ്ജിദാക്കുന്നതിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഈ രണ്ട് വിഭാഗത്തിൽ പറഞ്ഞു, സഹോദര, തൗഹീദിനു വേണ്ടി പരിശ്രമിക്കുക, മസ്ജിദുകൾ കൊണ്ട് തൗഹീദി ദഅവത്തിനു വേണ്ടി പരിശ്രമിക്കുക. ആളുകളെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാക്കി മാറ്റുന്നതിന്, അതിലേക്ക് എത്തിക്കുന്നതിന് ശക്തമായി നീ പരിശ്രമിക്കുക. മസ്ജിദുകൾ അതിനുള്ള സുവർണാവസരങ്ങളാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നിസ്കരിക്കാൻ ആളുകൾ വന്നെത്തും. അവരെ നീ തൗഹീദിലേക്ക് എത്തിക്കുക. ഒരാൾ നീ കാണുന്ന ഹിദായത്തിലായാൽ നിനക്ക് ഭൂമിയിലുള്ള ധാരാളം സ്വത്ത് ലഭിക്കുന്നതിനേക്കാൾ അതാണ് ഖൈറായി പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീൻ അതിനോടുള്ള കുടപ്പാട് മറക്കാതിരിക്കുക. ഈ റമദാൻ മാസം പ്രയോജനപ്പെടുത്താൻ ദീനിനു വേണ്ടി, ഇസ്ലാമിനു വേണ്ടി, നമ്മുടെ ജീവനു വേണ്ടി, നമ്മുടെ അമലുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളും കുറവുകളും പരിഹരിക്കുകയും നമ്മുടെ നന്മകൾ അതിൽ വന്ന തെറ്റുകൾ, അതിൽ വന്ന കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും നാം ഏവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك ونعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم أصلح لنا ديننا ودنيانا وآخرتنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر.
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين واحد حوزه الاسلام واجمع كلمه المسلمين على الحق يا ارحم الراحمين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم. الله أكبر الله أكبر، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله، حي على الصلاة.